സദസ്സിലുമുള്ള പാർട്ടിയുടെ കർമ്മോത്സുകരായ സഹപ്രവർത്തകരെ, നല്ലവരായ സുഹൃത്തുക്കളെ, ബാബരി മസ്ജിദിന്റെ തകർച്ചയുടെ വേദനകളെ കുറിച്ച്, അതേ സമൂഹത്തിൽ സൃഷ്ടിച്ച ദുരന്തങ്ങളെ കുറിച്ച് ഇടതടവില്ലാതെ ഇന്ത്യയുടെ തെരുവുകളിൽ ഈ രാജ്യം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്ന സാധാരണക്കാരും എഴുത്തുകാരും ബുദ്ധിജീവികളും മതേതരവാദികളുമൊക്കെ ഇതിന്റെ അപകടങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരുവിലുണ്ടായിരുന്നു. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥാനത്ത് കോടതി വിധിയുടെ പിൻബലത്താൽ ഒരു ക്ഷേത്രം നിർമ്മിക്കപ്പെട്ട് 1 വർഷം പിന്നിടാൻ പോവുകയാണ്. ബാബരി മസ്ജിദ് നിലനിന്നിരുന്ന സ്ഥലത്തിന് പകരം മറ്റൊരു സ്ഥലത്ത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് 5 ഏക്കർ ഭൂമി കൊടുത്ത് നിങ്ങൾ അതുകൊണ്ട് തൃപ്തിപ്പെട്ടുകൊള്ളണമെന്ന ഒരു സമവായത്തിന്റെ, ഒരു പ്രശ്നപരിഹാരത്തിന്റെ ഒരു ഫോർമുലയും കോടതി മുന്നോട്ട് വച്ചിരുന്നു. സ്വാഭാവികമായും സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുക, വിശ്വസിക്കുക, രാമക്ഷേത്രത്തിന്റെ നിർമ്മിതി നടക്കുന്നതോടുകൂടി തന്നെ ആ പള്ളിയുടെ പണിയും പൂർത്തീകരിക്കപ്പെടും എന്നാണ്. അത് സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, സ്വതന്ത്ര ഇന്ത്യയിൽ ഇന്ത്യയുടെ നീതിന്യായ സംവിധാനത്തെ വിശ്വസിച്ചുകൊണ്ട് ക്ഷമയോടെ നീതിയിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് നിന്നിരുന്ന ഒരു സമൂഹത്തിന്റെ പതിറ്റാണ്ടുകളുടെ സഹനത്തിന്, ക്ഷമയ്ക്ക്, നീതിക്ക്, സത്യത്തിന് വെറും 5 ഏക്കറാണ് വില എന്ന് വിലയിടുക കൂടി ചെയ്തു നമ്മുടെ സുപ്രീം കോടതി. ഇന്ത്യയിലെ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബാബരി മസ്ജിദ് തകർക്കപ്പെട്ട 32 വർഷങ്ങൾ അതൊരു തിരിച്ചറിവിന്റെ വർഷങ്ങളായിട്ട് മനസ്സിലാക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ഭരണഘടന എത്ര മനോഹരമാണ് എങ്കിലും, നമ്മുടെ ഭരണഘടന എത്ര നീതിപൂർവമാണ് എങ്കിലും, ആ ഭരണഘടന കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ അവലേശം നീതിയില്ല എങ്കിൽ, സത്യത്തിനോട് തരുമ്പം പ്രതിബദ്ധതയില്ല എങ്കിൽ, വസ്തുതകളോട് ചെറിയൊരു പ്രതിബദ്ധതയില്ല എങ്കിൽ ഈ രാജ്യത്ത് ഭരണഘടനയ്ക്ക് പ്രസക്തിയില്ല എന്ന് വിളിച്ചു പറയുകയാണ് ബാബരി വിധി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ മതേതരത്വം എന്ന് പറയുന്നത് അതൊരു വലിയ കെട്ടുകഥയാണ് എന്ന്, അതൊരു പെരുന്നുണയാണ് എന്ന് ഓരോ ഡിസംബർ 6 ഇന്ത്യയിലെ സാധാരണക്കാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നിരന്തരം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ മതേതരത്വം അത് വെറും ഒരു കെട്ടുകഥയാണ് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ബാബരി മസ്ജിദ്. ഒരിക്കലും തിരുത്തപ്പെടാൻ കഴിയാത്ത, ഒരിക്കലും തിരുത്തേണ്ടതില്ലാത്ത ഒരു കയ്യബദ്ധമായിരുന്നില്ല ബാബരി മസ്ജിദിന്റെ തകർച്ച. ഒരാവേശ തള്ളിച്ചയിൽ യാദൃച്ഛികമായി അവിടെ തടിച്ചുകൂടിയ ജനങ്ങളുടെ വികാര വായ്പിൽ സംഭവിച്ച ഒരു ദുരന്തമായിരുന്നില്ല ബാബരി മസ്ജിദ്. വർഷങ്ങളെടുത്ത് കൃത്യമായ ആസൂത്രണ പാടവത്തോടുകൂടി ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ സ്ഥലങ്ങളിൽ പരിശീലനം കൊടുത്ത് എത്ര സമയം കൊണ്ട് ഏതൊക്കെ ഭാഗങ്ങളാണ്, ഏതൊക്കെ ആളുകളാണ് തകർക്കേണ്ടത് എന്ന് കൃത്യമായി ദിശ നിർണയിച്ചു കൊടുത്ത, പരിശീലനം കിട്ടിയ ഒരു സമൂഹത്തിന്റെ ആസൂത്രിതമായ നീക്കങ്ങളുടെ പരിണിത ഫലമാണ് ബാബരി മസ്ജിദിന്റെ തകർച്ച എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, അത് തിരുത്തേണ്ടതില്ലാത്ത ഒരു കയ്യബദ്ധമല്ല എന്ന്.
ഒരിക്കലും തിരുത്തപ്പെടാൻ കഴിയാത്ത ഒരു കയ്യബദ്ധവുമല്ല എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഞങ്ങൾ തിരുത്തും, അതിൽ യാതൊരു സംശയമില്ല. സമയമെടുക്കുമായിരിക്കും, പക്ഷേ എന്ത് തെറ്റാണോ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി ഈ രാജ്യത്ത് സംഭവിച്ചിട്ടുള്ളത്, സത്യം എങ്ങനെയാണോ കാറ്റിൽ പറത്തിയിട്ടുള്ളത്, നീതി എങ്ങനെയാണോ കുഴിച്ചു മൂടപ്പെട്ടത്, ഏത് ഉള്ളറകളിലേക്ക് എത്ര ആഴങ്ങളിലേക്കാണ് നീതിയെ നിങ്ങൾ കുഴിച്ചു മൂടിയാലും, എത്ര അകലങ്ങളിലേക്ക് ഈ സത്യത്തെ നിങ്ങൾ പതികടത്തിയാലും അതിനെ ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരും. ഞങ്ങളുടെ തലമുറകൾ അതിന് തിരിച്ചു കൊണ്ടുവരും. ന്യായത്താലും സത്യത്താലും നിയമവ്യവസ്ഥ നിയന്ത്രിക്കപ്പെടുമ്പോൾ നീതി പുനർജനിക്കുക തന്നെ ചെയ്യും എന്ന് നിങ്ങൾ അടിവരയിൽ തോർത്തുകൊണ്ടേയിരിക്കണം. കാരണം ചരിത്രത്തിലൊരിക്കലും നിശ്ചലമായിരിക്കാൻ സാധിക്കില്ല, ചരിത്രത്തിലൊരിക്കലും അടങ്ങിയിരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് കൊണ്ട് ലോകത്തൊരിടത്തും ഒരു കാലത്തും ചരിത്രം നിശബ്ദമായി പോയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഈ അനീതിയെ നീതിയുടെ പെൺവെളിച്ചം കൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ വരും തലമുറ അത് ഈ രാജ്യത്ത് സ്ഥാപിതമാക്കുക തന്നെ ചെയ്യും. നൂറ്റാണ്ടുകളുടെ വഴിയിലൂടെ ജനപദങ്ങളുടെ ചോരയിലൂടെ നീന്തിക്കയറിയിട്ടാണ് ഈ ലോകത്ത് മർദ്ദിത ജനത അവരുടെ അവകാശങ്ങൾ നേടിയെടുത്തിട്ടുള്ളത്. അത് ഈ രാജ്യത്തെ മർദ്ദക ഭരണകൂടങ്ങളോ അല്ലെങ്കിൽ രാജാക്കന്മാരോ വരേണ്ട തമ്പുരാക്കന്മാരോ ഒരു രാജ്യത്തും ഒരു കാലത്തും മർദ്ദിത ജനതക്ക് അവശത അനുഭവിക്കുന്ന ജനതക്ക് അങ്ങ് താലത്തിൽ വെച്ച് കൊടുത്തിട്ടുള്ളതല്ല, അങ്ങനെ അവർക്ക് ഒരു അവകാശമായി വകവെച്ചു കൊടുത്തിട്ടുള്ളതല്ല, ഔദാര്യം കൊണ്ട് കൊടുത്തിട്ടുള്ളതല്ല. അങ്ങനെ നിങ്ങളുടെ ഔദാര്യത്തിന് വേണ്ടി യാചിക്കുന്ന ഒരു സ്ഥലത്തും നിങ്ങൾ ഉണ്ടാവുകയുമില്ല. നിഷേധിക്കപ്പെട്ട നീതി പിടിച്ചു വാങ്ങേണ്ടത് എങ്ങനെയാണ് എന്ന് മനുഷ്യ ചരിത്രത്തിന്റെ തുടക്കം മുതൽ മനുഷ്യർ കണ്ടും കേട്ടും വായിച്ചും പഠിച്ചും അറിഞ്ഞും മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല. താൽക്കാലികമായി ഇരുട്ടിനെ മറക്കാൻ സാധിക്കുന്നുള്ളൂ. താൽക്കാലികമായിട്ട് വെളിച്ചത്തെ മറക്കാൻ ഇരുട്ടിന് സാധിക്കും. ഇരുട്ടിനെ ഭയപ്പെട്ടിട്ട് ലോകത്തൊരിടത്തും ഒരു നക്ഷത്രവും തിളങ്ങാതിരുന്നിട്ടില്ല. എവിടെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത്? ആരാ ഇരുട്ടിനെ ഭയപ്പെട്ടിട്ടുള്ളത്? ഇന്നും ഇരുട്ടിനെ ഭയപ്പെടുന്നിടത്തൊക്കെ അത് ഇരുട്ടാണ് എന്ന് പറയാൻ വെളിച്ചമെത്തുന്നോളം മാത്രമേ ഈ ഇരുട്ടിന് ആയുസുള്ളൂ എന്ന് പറയാൻ ഈ രാജ്യത്തെ ഈ ലോകത്തെ മർദ്ദിത ജനവിഭാഗങ്ങൾ തയ്യാറായിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, നീതി പുനർജനിക്കുന്ന മർദ്ദിതന്റെ സൂര്യൻ ഉദിച്ചുയരുന്ന ഒരു സുപ്രഭാതത്തിൽ ഈ രാജ്യത്ത് നിഷേധിക്കപ്പെട്ട നീതി പുനർജനിക്കും. നോക്കൂ നിങ്ങൾ, ലോകത്തെവിടെയും ഇന്ന് മർദ്ദിതർക്ക്, മനുഷ്യർക്ക്, സാധാരണക്കാർക്ക്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും ഒരു അവകാശം അവർക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അതാരും അവർക്ക് ഔദാര്യമായിട്ട് കൊടുത്തിട്ടുള്ളതല്ലതാ. പോരടിച്ച് പടവെട്ടി തന്നെയാണ് അവകാശങ്ങളൊക്കെ പിടിച്ചു വാങ്ങിയിട്ടുള്ളത്. അങ്ങനെയാണ് നീതി പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. അത് ഇന്ത്യ രാജ്യത്തും നടക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് നിങ്ങൾ അറിയേണ്ടതുണ്ട്. ഇത് ഞങ്ങൾ വിളിച്ചു പറയും. തലമുറകളോളം ഈ നീതി എന്നാണ് പുനർജനിക്കപ്പെടുക, അതുവരെ ഞങ്ങൾ പറയും. അതിന് ഞങ്ങൾക്കൊന്നും തടസ്സമല്ല എന്നതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെച്ചേക്കുക. ഒന്നും ഞങ്ങൾക്ക് തടസ്സമല്ല. ബ്രിട്ടീഷുകാരുടെ ഷൂ നക്കിയിട്ട് പദം വന്ന നാവല്ല ഈ രാജ്യത്തെ മർദ്ദിത ജനവിഭാഗത്തിനുള്ളത് എന്നുകൂടി നിങ്ങൾ തിരിച്ചറിഞ്ഞേക്കുക. അതുകൊണ്ട് തന്റെ ഇടത്തോടുകൂടി, ആർജവത്തോടുകൂടി, വളയാത്ത നാവോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും, ഈ രാജ്യത്ത് നീതി പുനർജനിക്കണമെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന് മുമ്പ് 991 ഇന്ത്യൻ പാർലമെന്റിൽ ഒരു നിയമം പാസാക്കിയെടുത്തു. BJP ഒഴിച്ച് മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ച് പാസാക്കിയ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ അപൂർവം നിയമങ്ങളിൽ ഒന്നാണ് ഈ രാജ്യത്തെ ആരാധനാലയ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. 1900 ആഗസ്റ്റ് 15 ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യമാകുമ്പോൾ ഈ രാജ്യത്തെ ആരാധനാലയങ്ങൾ എങ്ങനെയാണോ നിലനിന്നിരുന്നത് അതേ
അതേപോലെ തുടർന്നും നിലനിൽക്കണം. മറ്റൊരാൾക്കും മറ്റൊരു കക്ഷിക്കും ആ ആരാധനാലയങ്ങളുടെ മേൽ അവകാശം പറഞ്ഞുകൊണ്ടുവരാൻ കഴിയരുത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയമം പാസാക്കിയിട്ടുള്ളത്. ആ നിയമത്തെ അന്ന് എതിർത്ത ആളുകളാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നത് എന്നും സുപ്രീം കോടതിയിൽ ആ നിയമം റദ്ദു ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് BJP നേതാക്കന്മാര് ഹർജി നൽകിയതും നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ ഒരു നിയമമുള്ളപ്പോഴാണ് ഈദ്ഗാഹ് മസ്ജിദിൽ സർവേക്ക് സുപ്രീം കോടതി ചന്ദ്രചൂഡ് അനുമതി കൊടുത്തിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം റിട്ടയർ ആയി പോയി. ഈ നിയമത്തെ മറികടക്കുന്നതിന് വേണ്ടി സ്വാഭാവികമായും അവിടെ സർവേ നടത്തണമെന്നുള്ള ഹർജികൾ വരുമ്പോ, കോടതിയിൽ കേസ് വരുമ്പോ, കീഴ്ക്കോടതികൾ അത് ശരിവെക്കുമ്പോ ഒരു പ്രതീക്ഷയുണ്ടാവും ഇവിടുത്തെ ജനങ്ങൾക്ക്, സാധാരണക്കാർക്ക് ഈ രാജ്യത്തൊരു ഭരണഘടനയുണ്ട് എന്ന് മനസ്സിലാക്കി വെച്ചിട്ടുള്ള ആളുകൾക്ക്. അതിനനുസരിച്ചാണ് ഈ രാജ്യത്ത് കാര്യങ്ങൾ നടക്കുക എന്ന് വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ കൊണ്ടാണ് ഓരോ മഹല്ല് കമ്മിറ്റികളും ഇതേപോലെയുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന പള്ളിയുടെ പരിപാലനം നടത്തുന്ന ആളുകൾ കോടതിയിലേക്ക് ഓടിപ്പോകുന്നത് ഈ നീതിന്യായ സംവിധാനത്തെ മാനിക്കുന്നത് കൊണ്ടാണ്, അതിൽ വിശ്വാസമർപ്പിക്കുന്നത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമെങ്കിലും ഇവിടുത്തെ ഭരണകേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരും ന്യായാധിപ സംവിധാനങ്ങളിൽ ഇരിക്കുന്നവരും തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും ഈ രാജ്യവും രാജ്യത്തെ ജനങ്ങളും എന്ന് തിരിച്ചറിയാനെങ്കിലും നിങ്ങൾക്ക് മിനിമം കഴിയേണ്ടതുണ്ട് എന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതല്ലാതെ ഈ കോടതിയിലേക്ക് ഓടിച്ചെല്ലുമ്പോ അതിനെ പ്രതിരോധിക്കാൻ, അതിനെ തടുക്കാൻ കെൽപ്പുള്ള സമൂഹ പ്രദേശങ്ങളിൽ ഇല്ലാഞ്ഞിട്ടല്ല. നമ്മുടെ നാട്ടിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുമ്പോഴും നാട്ടുകാർ ചേർന്ന് അതിന് പരിഹാരം കാണാറുണ്ട്. എല്ലാതും പോലീസ് സ്റ്റേഷനുകളിലേക്ക് പോകാറില്ല, എല്ലാതും കോടതികളിലേക്ക് പോകാറില്ല. അത് ഏതൊരു നാട്ടിലും സ്വാഭാവികമായി നടക്കുന്ന സംഗതിയാണ്. അതേപോലെ ആളുകൾ ഓടിപ്പോകാത്തത്, അതിനെതിരെ നിയമം കയ്യിലെടുക്കാത്തത് ഈ സംവിധാനത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടാത്തത് കൊണ്ട് മാത്രമാണ് എന്ന് ഭരണകൂടമല്ലാതെ, നീതിന്യായ സംവിധാനമല്ലാതെ മറ്റാരാണ് മനസ്സിലാക്കേണ്ടത്? മറ്റാരാണത് മനസ്സിലാക്കേണ്ടത്? അങ്ങനെ ഓടിച്ചെല്ലുമ്പോ ഈ നിയമമുണ്ടായിട്ടും ബഹുമാന്യനായ മുൻ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് അത് പള്ളിയുടെ അവകാശത്തെ സംബന്ധിച്ചുള്ളതാണ്, അവിടെ സർവേ നടത്തുന്നത് കൊണ്ട് പ്രശ്നമില്ല. ഇന്ന് സോഷ്യൽ മീഡിയയില് ഇങ്ങനെ വരുമ്പോ ഒരു പോസ്റ്റ് കണ്ടു, അങ്ങ് ആഫ്രിക്കയിലൊക്കെ ഖനനം ചെയ്യുമ്പോ കണ്ടെത്തുന്നത് സ്വർണമാണ്, ഗൾഫ് രാഷ്ട്രങ്ങളിലൊക്കെ ഖനനം നടത്തുമ്പോ പെട്രോള് കണ്ടെത്തുമെന്ന് പറയും, നമ്മുടെ ഇന്ത്യയിൽ ഖനനം നടത്തുമ്പോൾ ലിംഗമാണത്രേ കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു തമാശ പോസ്റ്റർ പ്രചരിക്കുന്നു. അത് ശരിയാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന സാമൂഹിക സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നിങ്ങൾ നോക്കൂ, 10 വർഷത്തിലധികമായി ഒരു രാജ്യം ഒരു പ്രധാനമന്ത്രിയുടെ കീഴിൽ ഒരു പാർട്ടി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ വാഗ്ദാനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടാണ് അവർ അധികാരത്തിൽ വന്നിട്ടുള്ളത്. 10 വർഷത്തിലധികം അവർക്ക് പറയാൻ ഒരുപാടുണ്ടാകണമല്ലോ. ഈ രാജ്യത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ പട്ടിണി മാറ്റുന്നതിന് വേണ്ടി അവർ നടപ്പിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, ഈ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതികൾ, ഈ രാജ്യത്തെ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി അവർ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനങ്ങൾ, അങ്ങനെ എന്തൊക്കെ ഒരു ഭരണകൂടത്തിന് പറയാൻ കഴിയും? പക്ഷെ നമ്മുടെ ഭരണകൂടം അതൊന്നും ചെയ്യാതിരുന്നത് കൊണ്ട്, ഒന്നും പറയാനില്ലാത്തത് കൊണ്ട് വെറുപ്പുൽപാദിപ്പിക്കുക എന്ന ഏക അജണ്ടയിൽ, വെറുപ്പ് സംസാരിക്കുക എന്ന്, പരമത വിദ്വേഷം വളർത്തുക എന്ന ഒരു അജണ്ടയിൽ കേന്ദ്രീകരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം. ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ്, ഭീകരവാദികളാണ്, ഏത് സമയത്തും പൊട്ടിത്തെറിക്കുന്ന ആളുകളാണ്, അതുകൊണ്ട് അവരെ ഒറ്റപ്പെടുത്തണം. അതൊക്കെ ആളുകൾ വിശ്വസിച്ചു, അങ്ങനെയാണ് എന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കുന്നത് കാണുന്നില്ല. മറ്റൊന്ന്, ഈ രാജ്യത്ത് എന്തെങ്കിലും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഓടിച്ചെല്ലുന്നവരുടെ കൂട്ടത്തിൽ
പല ആളുകളും ബോംബായി വരുമെന്ന് പേടിച്ചിട്ട് ഭയന്ന് വഴിമാറി നടന്നിരുന്ന ആളുകളൊക്കെയാണ് അവരെ സഹായിക്കാൻ വേണ്ടി ചെല്ലുന്നത്. ഇത് കേരളത്തിലെയോ തമിഴ്നാട്ടിലെയോ കർണാടകയിലോ ആന്ധ്രയോ മാത്രമല്ല, ഇന്ത്യയിലെമ്പാടും കോവിഡ് കാലം വന്നപ്പോഴൊക്കെ ഈ മനുഷ്യരുടെ മനസ്സിലുള്ള നന്മയും സ്നേഹവും ഒക്കെ അണപട്ടി ഒഴുകിയത് എത്രയോ വട്ടം നമ്മൾ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലുമൊക്കെ അങ്ങനെ ഒരു സോഷ്യൽ മീഡിയ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ അതൊക്കെ സെൻസർ ചെയ്ത് വിടുമായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്രത്തോളം അതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. മദർസകൾക്കെതിരെ ഇപ്പൊ പുതിയ നിയമങ്ങൾ മദർസ പാടില്ല എന്ന് പറയാണല്ലോ. എന്താ മദർസകൾ വേണ്ട എന്ന് പറയുന്നതിന്റെ കാരണം? നമ്മുടെ കേരളത്തിലെ മദർസകളെ വെച്ചിട്ട് നമ്മൾ വിലയിരുത്തരുത്. ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും പല ഗ്രാമങ്ങളിലും പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സ്കൂൾ സംവിധാനമില്ല. അവിടെയൊക്കെ മദർസകളുണ്ട്. ആ മദർസകൾ മതം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ സർക്കാർ നിയോഗിക്കുന്നത്. UPA സർക്കാർ സച്ചാർ കമ്മീഷൻ നിയോഗിച്ചു. അത് ഇന്ത്യയിലെമ്പാടും സഞ്ചരിച്ച് പഠനം നടത്തി ഓരോ ഗ്രാമങ്ങളിലൊക്കെ പോയപ്പോ അവിടെ കുട്ടികൾക്ക് അക്ഷരാഭ്യാസത്തിനുള്ള സംവിധാനമില്ല, പക്ഷെ മദർസകളുണ്ട്. ആ കമ്മീഷൻ പറഞ്ഞു, ആ മദർസകളിൽ ഭാഷ പഠിപ്പിക്കണം, സയൻസ് പഠിപ്പിക്കണം, മാത്സ് പഠിപ്പിക്കണം, അങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം. ഇൻഫ്രാസ്ട്രക്ചർ അവിടെയുണ്ട്, ആളുകൾ മതി. അതിന് കുറെ സർക്കാരുകൾ ഫണ്ട് തയ്യാറായി കൊടുത്തു, പല സംസ്ഥാന സർക്കാരുകളും. അങ്ങനെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലുമുള്ള സാധാരണ മദർസകൾ സ്കൂളുകളായി പരിവർത്തിക്കപ്പെട്ടു. അവിടെ അധ്യാപനം നടത്തുന്നത് മുസ്ലിങ്ങൾ മാത്രമല്ല, എല്ലാ മതങ്ങളിലുമുള്ള വിദ്യാഭ്യാസമുള്ള യോഗ്യതയുള്ള ആളുകളാണ് അവിടെ അധ്യാപനം നടത്തുന്നത്. അവിടെ പഠിക്കുന്നത് മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമല്ല, ആ ഗ്രാമത്തിലെ എല്ലാ മതവിശ്വാസികളിലും പെട്ട വിദ്യാർത്ഥികൾ. ഈ മതമില്ലാത്ത ആളുകളുടെ മക്കളുണ്ടെങ്കിൽ അവരും ഒക്കെ അവിടെ പഠിക്കാൻ തുടങ്ങി. പരസ്പരം വിദ്വേഷത്തോടുകൂടി ഒരിക്കലും യോജിപ്പിന്റേതായ അവസരങ്ങളില്ലാതിരുന്ന കുട്ടികൾക്കിടയിൽ, സമൂഹങ്ങൾക്കിടയിൽ, സമുദായങ്ങൾക്കിടയിൽ യോജിപ്പിന്റെ പുതിയ മേഖലകൾ ഉയർന്നു വരാൻ വേണ്ടി തുടങ്ങി. ഹിന്ദു കുട്ടികളും മുസ്ലിം കുട്ടികളും ഒക്കെ ഒരുമിച്ചിരുന്ന് പഠിക്കുന്നു. ഇവർ പ്രസിദ്ധക്കാരല്ല എന്ന്, സ്നേഹമുള്ളവരാണ് എന്ന്, വെറുപ്പോടെ നോക്കി കാണേണ്ടവരല്ല എന്ന്, ഇവരെല്ലാം സഹോദരന്മാരാണ് എന്ന് പുതിയ തലമുറ തിരിച്ചറിയാൻ തുടങ്ങി. അവർ ആ കുട്ടികളെ സ്കൂളിലേക്ക് വരുന്ന ആളുകൾ, അവരുടെ അമ്മമാർ, രക്ഷിതാക്കൾ, അവർ പരസ്പരം സഹകരിക്കാനും സഹകരണത്തോടുകൂടി ജീവിക്കാനും സ്നേഹവും ആശയങ്ങളും ഒക്കെ പങ്കുവെക്കാനും തുടങ്ങിയപ്പോ ഈ വെറുപ്പിന്റെ രാഷ്ട്രീയത്തിന് പല മേഖലകളിലും സ്ഥാനം കിട്ടാതെയായി പോയി. എന്താണ് ഇതിന്റെ കാരണം? മദർസകളാണ്. അപ്പൊ പുതിയ സ്കൂളുകൾ സ്ഥാപിക്കുക എന്നല്ല ഗവൺമെന്റ് നിശ്ചയിക്കുന്നത്. ആ മദർസകൾ വേണ്ട, അങ്ങനെ സൗഹൃദത്തിൽ വേണ്ട. സൗഹൃദത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ, സ്നേഹത്തിന്റെ ഒരു അന്തരീക്ഷത്തിൽ RSSന്റെ താമരക്ക് വിരിയാൻ സാധിക്കില്ല. അതെവിടെ വിരിയ? ചളിക്കുണ്ടിലാണ് വിരിയ. ചളിക്കുണ്ടിൽ അതിന് വിരിയാൻ പറ്റൂ, അതിന് വളരാൻ പറ്റൂ. അതുകൊണ്ട് സ്നേഹത്തിന്റെ, നന്മയുടെ, കരുണയുടെ, പരസ്പര സാഹോദര്യത്തിന്റെ, സഹവർത്തിത്വത്തിന്റെ ഒരു മേഖലയിൽ BJPക്ക് വളരാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് തകർക്കുന്നു. അതിന് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് വേണ്ടി നിയമങ്ങൾ ഉണ്ടാക്കുന്നു. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നത് മുതൽ ഇന്ത്യ രാജ്യത്ത് ദോശ ചുട്ടെടുക്കുന്ന ലാഘവത്തോടു കൂടിയാണ് കേട്ടോ നിയമങ്ങളൊക്കെ ചുട്ടെടുത്തിട്ടുള്ളത്. ഈ തട്ടുകടയിൽ നിന്നിട്ട് 3 ദോശ എന്ന് പറയുമ്പോൾ എന്നാ പിടിച്ചോ 3 ദോശ എന്ന് പറഞ്ഞ് ഇട്ടേരുമല്ലോ, അതേപോലെയാണ് നിയമങ്ങളൊക്കെ പാസ്സാക്കി എടുത്തിട്ടുള്ളത്, നിയമ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. എന്തിനു വേണ്ടി? ഈ സൗഹൃദാന്തരീക്ഷം തകർക്കാൻ വേണ്ടി, മുസ്ലിങ്ങളെ അപരാക്കാൻ വേണ്ടി, ക്രൈസ്തവരെ അപരാക്കാൻ വേണ്ടി, അങ്ങനെ ക്രിസ്ത്യാനികളെ, മുസ്ലിങ്ങളെ അങ്ങനെ മതത്തിന്റെ പേരിൽ വെറുപ്പ് പടർത്തുന്ന ഒരു അത് മാത്രമാണ് പറയാൻ കഴിയുന്നത്. ബാബരി മസ്ജിദിന്റെ നിർമ്മിതിയോടുകൂടി ബാബരി പള്ളി പൊളിക്കാനുള്ള ഒരു ആവേശം നിർമ്മിക്കാനുണ്ടായിരുന്നില്ലല്ലോ. ഒരിക്കലും ഫാസിസം എവിടെയും നിർമ്മാണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല. നിർമ്മാണത്തിന്റെ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാകണം, അതിനൊരു സർഗാത്മകത ഉണ്ടാകണം. തകർക്കാൻ അത് വേണ്ട. നമ്മുടെ നാട്ടിൽ പറയാറില്ല, ഏത് പോലീസുകാരനത് പറ്റുന്നു. പോലീസുകാർ മോശക്കാരായിട്ടല്ല കേട്ടോ, അവര് നല്ല ആൾക്കാരാണോ മോശക്കാരാണോ എന്നൊക്കെ വേറെ ചർച്ച ചെയ്യണം. എങ്കിലും ഒരു കാര്യം ഉറപ്പാണ്, പോലീസിലും ഒരുപാട് നല്ല മനുഷ്യരുണ്ട് എന്നുള്ളൊരു സംശയമൊന്നുമില്ല. ആർക്കും പറ്റും തകർക്കാൻ. അങ്ങനെ തകർക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാബരി മസ്ജിദിന്റെ സ്ഥാനത്ത് ഒരു ക്ഷേത്രം നിർമ്മിച്ചു. ആ ക്ഷേത്രം നിർമ്മിച്ചപ്പോ അതിൽ ഇന്ത്യയുടെ രാഷ്ട്രപതിനെ ഒഴിവാക്കിയ ചടങ്ങിയാണ്. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി? അവരൊരു ആദിവാസിയായിരുന്നു എന്നുള്ളൊരു കാരണമുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അവരൊരു വിധവയാണ് എന്നും
ഇവിടുത്തെ നമ്മൾ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ സനാതന വിശ്വാസമനുസരിച്ചുകൊണ്ട്, പാരമ്പര്യ ബ്രാഹ്മണ വിശ്വാസമനുസരിച്ചുകൊണ്ട് ഒരു ശുഭ സംഗതികൾ തുടങ്ങുന്ന, നല്ല കാര്യങ്ങൾ തുടങ്ങുന്ന ഒരു സ്ഥലത്ത് ഒരു വിധവയ്ക്ക് വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ത്യയുടെ രാഷ്ട്രപതിയെ പടിക്ക് പുറത്ത് നിർത്തിയിട്ടുള്ളത്. അവർക്കത് മനസ്സിലായിട്ടുണ്ട് എങ്കിലും മനസ്സിലായി എന്ന് സമ്മതിക്കാൻ കഴിയാത്തത് കൊണ്ട്, അങ്ങനെ സമ്മതിച്ചാൽ അവരില്ല എന്നുള്ളത് കൊണ്ട് അവര് ഈ സാധാരണമാരൊക്കെ പറയല്ലോ, പിന്നെ ഒരു പൊട്ടനായിട്ട് അഭിനയിക്കുക എന്നൊക്കെ പറയാം. അതിനൊക്കെ വേറെ ഭാഷയോട് പറയാം, അതിപ്പോ ഇങ്ങനെ പറയാൻ പറ്റൂലല്ലോ. അവിടെ ഒരു പൊട്ടനായിട്ട് അഭിനയിക്കുകയായിരുന്നു നമ്മുടെ രാഷ്ട്രപതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലം നിർമ്മിച്ചു, ഇനി കഴിഞ്ഞു. വർഷങ്ങളായിട്ട് അവര് ഉയർത്തിയ വെറുപ്പ് അവസാനിക്കുകയാണ്. ഇനി വേറെ സംവിധാനങ്ങളില്ല. പലതും പറഞ്ഞു നോക്കി, പൗരത്വം പറഞ്ഞു നോക്കി, അതിനൊക്കെ ജനങ്ങള് അതേ രീതിയിൽ തെരുവിലേക്ക് ഇറങ്ങിയപ്പോ ഈ കോടതിയുടെ വിധിയുടെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. വർഷങ്ങളോളം 7 പതിറ്റാണ്ടുകളോളം കോടതിയിൽ നിന്ന് ഒരു നീതിയും കിട്ടാതിരുന്നതിന് അനുഭവമൊക്കെ വെച്ചിട്ട് അങ്ങനെ ഓടി അങ്ങോട്ട് കോടതിയിലേക്ക് പോണ്ട എന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകളാണ് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിച്ചപ്പോ അതിന്റെ കൂടെ ഇന്ത്യയിലെ യുവത്വവും ഇറങ്ങിത്തിരിക്കാൻ തയ്യാറായപ്പോ അതൊക്കെ അങ്ങനെ പിന്നെ എന്താണ് ഫ്രീസ് ചെയ്ത് വെച്ചതുപോലെ സാഹചര്യം നിലനിൽക്കുന്നത്. അത് പറഞ്ഞിട്ട് വരുന്നില്ല. പകരം ഓരോ സ്ഥലങ്ങളിലും, ഓരോ പ്രദേശങ്ങളിലും, ഓരോ സംസ്ഥാനങ്ങളിലും ഇതേപോലെ ഈ ആരാധനാലയങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് അവിടെ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുന്നോട്ട് പോകണമെങ്കിൽ, ഇനിയും രാജ്യം ഭരിക്കണമെങ്കിൽ, അവരുടെ സംവിധാനം നിലനിർത്തണമെങ്കിൽ 100 വർഷക്കാലത്ത് അവരുടെ ആഗ്രഹം ഇന്ത്യ രാജ്യം ഹിന്ദുത്വവൽക്കരിക്കുക എന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ ഇതേപോലെ വർഗീയത പരത്തി വീണ്ടും അധികാരത്തിൽ വരേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഈ വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലിടക്ക് ഇന്നലെയോ മിനിഞ്ഞാന്നോ RSSന്റെ നേതാവിന്റെ ഒരു സർസംഘചാലകന്റെ ഒരു പ്രസ്താവന ഉണ്ട്. ഇങ്ങനെ പോയാ പോരാ, ശ്രദ്ധിക്കണം, ജനസംഖ്യ ഉൽപാദനത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകളുടെ ജനസംഖ്യ കുറഞ്ഞു പോകുന്നു. അതിനൊക്കെ ഇവർക്ക് സമയം കിട്ടണ്ടേ? വെറുപ്പ് പടർത്താൻ വേണ്ടി നടക്കാണ്. രാത്രിയും പകലൊന്നും വീട്ടിലേക്ക് പോകാതെ എങ്ങനെയാണ് ഇവിടുത്തെ ക്രിസ്ത്യാനികൾ പ്രശ്നക്കാരനാണ് എന്ന് ഒരു സാധാരണ ഹിന്ദുവിനെ ബോധ്യപ്പെടുത്തേണ്ടത്? എങ്ങനെയാണ് ഒരു മുസ്ലിം ഈ രാജ്യത്ത് അപകടകാരിയാണ് എന്ന് ഒരു ഹിന്ദുവിനെ ബോധ്യപ്പെടുത്തുകയല്ല, പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്. അതിനു വേണ്ടി നിരന്തരമായി നടക്കുകയാണ് പ്രചാരകരെന്ന പേരിൽ, അങ്ങനെ പല പേരുകളിലായിട്ട്. അപ്പൊ ഇതിനൊന്നും സമയം കിട്ടൂല. ഇനി അതിനും ഇന്ത്യയിലെ മുസ്ലിം സമൂഹം പോപ്പുലേഷൻ ജിഹാദ് എന്നെങ്ങാനും പറഞ്ഞിട്ട് പുതിയ പഴി വേറെ കേൾക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. കാരണം ഏതൊരു സംഗതിയുടെ കൂടെയും ജിഹാദ് എന്നുള്ള ഒരു അറബി പദം ചേർത്താൽ അതിനൊരു അംഗീകാരം കിട്ടുന്ന, അതിനൊരു നീതീകരണം കിട്ടുന്ന, ഈ രാജ്യത്തെ മതേതര കക്ഷികളുടെയൊക്കെ ഒരു പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പുതിയ പുതിയ പദാവലികളുമായിട്ട് വരിക. ഒരുപാട് ജിഹാദുകൾ ഏകദേശം ഇങ്ങനെ ഓരോ സംഗതികൾ വെച്ചൊരിക്കലും എണ്ണി നോക്കിയപ്പോ ഒരു 16 ജിഹാദുകളെ കുറിച്ചിട്ട് പിന്നെ വന്നിട്ടുണ്ട്. ഇലക്ഷൻ ജിഹാദ്, വോട്ടിംഗ് ജിഹാദ്, അതേപോലെ റിയൽ എസ്റ്റേറ്റ് ജിഹാദ്, പിന്നെ ലവ് ജിഹാദ്, അങ്ങനെ കുറെ ജിഹാദുകളുണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരില്ല, അവന്റെ 10-16 എണ്ണിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കൂടെ പുതിയ ഒരുപാട് വരും. ഇങ്ങനെ വെറുപ്പല്ലാതെ മറ്റൊന്നും പ്രചരിപ്പിക്കാനില്ലാതെ അതാണ് അത് വേറെ രസമാണ്. കേരളത്തില് ക്രിസ്ത്യൻ സമൂഹത്തെ രക്ഷപ്പെടുന്നത് ഞങ്ങളാണ് എന്ന് ഒരു RSSന്റെ ഒരാൾ ഇവിടെ പറയുമ്പോ അതേ സ്പോട്ടിൽ മണിപ്പൂരിൽ ഒരു ക്രിസ്ത്യൻ മരിക്കുകയാണ്. RSS കൊല്ലാണ്, മരിക്കാന്നല്ല അതിനെ പറയാം, കൊല്ലാണ്. പള്ളികൾ തകർക്കപ്പെടുക. അപ്പൊ അടക്കങ്ങാനും നമ്മുടെ ഇവിടെയുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങള്, സുഹൃത്തുക്കള്, പള്ളിയിലെ അച്ഛന്മാരൊക്കെ വരും. മണിപ്പൂര് എന്ന് പറയുമ്പോ RSS വന്നിട്ട് പറയും മുനമ്പം എന്ന് പറഞ്ഞാല് അവര് പെട്ടെന്ന് അത് മാറും. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയമല്ല. മുനമ്പം എന്ന് പറഞ്ഞ ഒരു വഖഫ് ഭൂമിയിൽ കുറെ ആളുകൾ അവിടെ താമസിക്കുന്നുണ്ട്. 11 മുതലാളിമാര് അവിടെ കച്ചവടം, ബാർ ഉൾപ്പെടെയുള്ള റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള വലിയ ഹോട്ടലുകൾ നടത്തുന്നുണ്ട്, ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ആ 11 പേർക്കാണ് നോട്ടീസ് കൊടുത്തിട്ടുള്ളത്. വെറും 11 പേർക്ക്. ആ 11 പേർക്ക് നോട്ടീസ് കൊടുത്തപ്പോ അത് അവിടെ ഈ വഖഫ് ഭൂമിയിൽ താമസിക്കുന്ന ലത്തീൻ കത്തോലിക്ക സമുദായത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഹോദരങ്ങളാണ്. അവരവിടെ നിന്ന് ഒഴിപ്പിക്കണമെന്ന്
ഇന്ന് ഒരാളും കേരളത്തിലെ മുസ്ലിം സംഘടനകൾ മീറ്റിംഗ് കൂടിയിട്ട് ഒരാളും അത് പറഞ്ഞിട്ടില്ല, ഒരാളും പറഞ്ഞിട്ടില്ല. അവരെ സംരക്ഷിക്കണമെന്ന നിലപാട് SDP ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അവരെ സംരക്ഷിക്കണം, അവിടെ താമസിക്കുന്ന ആളുകളെ സംരക്ഷിക്കണം, അതിനുള്ള സംവിധാനം ഗവൺമെന്റ് ചെയ്യണം. അതോടൊപ്പം തന്നെ അവിടെയുള്ള 11 പേര് അവിടെ നിന്ന് മാറ്റണം എന്നാണ് പറഞ്ഞത്. ഈ 11 പേർക്ക് നോട്ടീസ് കൊടുത്തപ്പോ അവരൊഴിയാതിരിക്കാൻ അവര് നേരെ ക്രിസ്ത്യൻ കുടുകളിൽ പോയിട്ട് അവര് പ്രചരണം നടത്തിയപ്പോ ഗാസക്കാരും RSകാരും ഓടി ചെന്നിട്ട് പറഞ്ഞു, ഇതേ മുസ്ലിങ്ങള് ഇത് നിങ്ങളുടെ ഭൂമിയാണ്, ഞങ്ങളുടെ വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോകേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ സംഘടിപ്പിക്കണം. വളരെ ശക്തമായ വർഗീയ ധ്രുവീകരണം മുസ്ലിങ്ങൾക്കിടയിലും ക്രിസ്ത്യാനിക്കിടയിലും വരുത്തി തീർക്കാനും അങ്ങനെ വോട്ട് സ്പ്ലിറ്റ് ചെയ്യാനുമുള്ള ഒരു സാഹചര്യത്തിന് വേണ്ടി നിരന്തരമായ പ്രചരണം നടത്തി. RSSന് BJPക്ക് ഒരു MLA പോലും ഇല്ലാത്തൊരു നാടായിരുന്നു എന്ന് നമ്മൾ പറയുന്നുണ്ട്. ഉള്ളതിനെ എടുത്തു കളഞ്ഞു. ഇപ്പൊ MP ജയിച്ചിട്ടുണ്ട് കേരളത്തിൽ, അതിലേക്ക് വരുന്നില്ല. അങ്ങനെയുള്ള CPMന് ഇന്ത്യയിലെ ഏറ്റവും പെർഫെക്റ്റായ മതേതരവാദികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഉറക്കത്തിന്ന് വിളിച്ചു ചോദിച്ചാലും ഒരു CPM പറയും അത് ഞങ്ങളാണെന്ന് പറയും. കടലും കടലാടിയും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ പോലെ മതേതരത്വവും CPM തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ളത് വേറെ യാഥാർത്ഥ്യം. പക്ഷെ CPM പോലും അവർക്ക് മുഖ്യമന്ത്രി CPMന്റേതാണ്, ഇടതുപക്ഷമാണ് ഭരിക്കുന്നത്. വഖഫ് ബോർഡിന്റെ ചെയർമാൻ അവരുടെ നോമിനിയാണ്, അദ്ദേഹമാണ് നോട്ടീസ് അയച്ചിട്ടുള്ളത്, വഖഫ് ബോർഡാണ് അയച്ചിട്ടുള്ളത്. ഞങ്ങൾ വെറും 11 പേർക്കാണ് നോട്ടീസ് അയച്ചിട്ടുള്ളൂ എന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കൊന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേയുള്ളൂ. പറഞ്ഞില്ല. പാലക്കാട് ഇലക്ഷൻ കഴിയുന്നത് വരെ വഖഫ് ബോർഡിന്റെ ചെയർമാൻ പറഞ്ഞിട്ടില്ല. അതുവരെ വായക്ക് പൊട്ടി സീലിട്ടു. അവർ വിചാരിച്ചത് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഭരിക്കുന്നത് CPM ആണല്ലോ, ഇടതുപക്ഷമാണല്ലോ, അതുകൊണ്ട് രക്ഷയ്ക്ക് വേണ്ടി കൂട്ടത്തോടുകൂടി CPMന്റെ ആലയത്തിലേക്ക് ചെല്ലും എന്നാണ് അവർ ആഗ്രഹിച്ചതും പ്രതീക്ഷിച്ചതും. പക്ഷേ ഗാസയുടെയും RSSന്റെയും ആളുകൾ പറഞ്ഞു, ഇങ്ങനെ കേരളത്തിൽ മാത്രമല്ല CPM ഉള്ളൂ, അങ്ങ് ഡൽഹിയിൽ ഞങ്ങളാണ്, അതുകൊണ്ട് ഏതാ നല്ലത് എന്ന് ചോദിച്ചപ്പോ കുഞ്ഞാടുകൾ കൂട്ടത്തോടുകൂടി സംഘപരിവാറിന്റെ ആലയത്തിലേക്ക് പോവാൻ തുടങ്ങിയപ്പോഴാണ്. എന്നിട്ടും CPM അത് വിരുത്തി പറയാനോ കേരളത്തിന്റെ പ്രതിപക്ഷം ആ വസ്തുതകൾ പറയാനോ തയ്യാറായിട്ടില്ല. പകരം ഞങ്ങൾക്ക് എങ്ങനെ ഗുണകരമാക്കി മാറ്റാൻ പറ്റും എന്നാണ് UDFന്റെ നേതാവ് VD സതീശൻ നോക്കുന്നത്. അത് വഖഫ് ഭൂമിയല്ല എന്ന പുതിയൊരു കണ്ടുപിടുത്തമാണ് VD സതീശൻ പറഞ്ഞു. ഇത് വെറുപ്പ് പരമാവധി ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെയോ ഈ രാജ്യത്തിന് നന്മയും സഹോദരമൊക്കെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുമ്പോ അതിനെതിരെയുള്ള RSSന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുന്ന നിലപാടാണ് മതേതര കക്ഷികൾ എന്ന് നമ്മൾ പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സ്വീകരിക്കുമ്പോ ആരിലാണ് നമ്മൾ പ്രതീക്ഷ അർപ്പിക്കേണ്ടത് എന്നത് നമ്മൾ ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ട ഒരു സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലത്തിലാണ് ഞാനും നിങ്ങളുമൊക്കെ നിലകൊള്ളുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടത്. എല്ലാ വർഷവും ഡിസംബർ 6-ന് ഇങ്ങനൊരു പരിപാടി നടത്തുമ്പോ അതൊക്കെ നിങ്ങൾക്ക് മറന്നുകൂടെ, അതെല്ലാം വിട്ടുകൂടെ എന്നാണ് കഴിഞ്ഞ കുറെ വർഷങ്ങൾ വരെ ചോദിച്ചിരുന്നത്. പക്ഷെ ഈ വർഷത്തോടു കൂടി അങ്ങനെ ഒരു ചോദ്യം ആരും ചോദിച്ചിട്ടില്ല. മറ്റതിങ്ങനെ ഓരോ ആളുകളും പല രാഷ്ട്രീയ പാർട്ടികളുടെ സുഹൃത്തുക്കളും മറ്റ് കേരളത്തിന്റെ പല ഭാഗങ്ങളിലുള്ള ജനകീയ പ്രവർത്തകരും ഒക്കെ ചോദിക്കും, രാവിലെ നമ്മുടെ സ്റ്റാറ്റസോ പിന്നൊക്കെ കാണുമ്പോ അതൊന്നും ഇപ്പോഴും വിട്ടിട്ടില്ലേന്ന്. പക്ഷെ ഞാനത് നോക്കി ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് സ്റ്റാറ്റസ് ആയിട്ടും ഫേസ്ബുക്കിലൊക്കെ ആയിട്ടൊക്കെ ബാബരി മസ്ജിദിനെ കുറിച്ചിട്ട് പോസ്റ്റ് ചെയ്തപ്പോ ഒരാളും വിളിച്ച് ചോദിച്ചിട്ട് അറിയാതെ പോലും ചോദിച്ചിട്ടില്ല അതൊന്നും വിട്ടൂടെ എന്നുള്ളത്. അതങ്ങനെ വിടാൻ പാടില്ല എന്ന RSSനെ അങ്ങനെ വിടാൻ അനുവദിക്കരുത് എന്ന അങ്ങനെ അതിനെ മറവിക്ക് നമ്മൾ വിട്ടുകൊടുത്താൽ ഈ രാജ്യത്തെ അവര് മതത്തിന്റെ പേരിൽ തകർക്കുമെന്ന് ഇപ്പൊ എല്ലാ ആളുകൾക്കും ബോധ്യമായിരിക്കാം. കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഓരോ പള്ളിയുടെ പേര് പറഞ്ഞുകൊണ്ട് പുതിയ പടക്കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുക, അതിലുള്ള സംവിധാനങ്ങൾ വർഗീയതയ്ക്ക് വേണ്ടിയുള്ള കലാപത്തിന് വേണ്ടിയുള്ള കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ. ഇതിനെ എല്ലാ കാലത്തും ഇതിങ്ങനെ നോക്കി നിന്ന് ഈ നീതിന്യായ സംവിധാനമൊക്കെ അത് പരിഗണിക്കുമെന്ന് വിശ്വസിച്ചിട്ട് ജനങ്ങൾ നിൽക്കുമെന്നാണോ നിങ്ങളൊക്കെ കരുതിയിട്ടുള്ളത്? അല്ലെങ്കിൽ RSS ഈ രാജ്യം ഹിന്ദുത്വ രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കും, ഭരണം 10 വർഷത്തിലധികമായിട്ട് BJPക്കാണ്, അതുകൊണ്ട് ഇനി നമ്മൾക്ക് എന്താണ് ചെയ്യാനുള്ളത് എന്നൊരു ഭയപ്പാട്, അങ്ങനെ ഒരു ഭയപ്പാടൊന്നും ആർക്കില്ല. അങ്ങനെ പിന്നെ ഭയപ്പെട്ടു നിൽക്കുന്നവരാണ് എന്ന് ദയവായി നിങ്ങൾ ഞങ്ങളെ കുറിച്ച് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്ന് വീണ്ടും 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 നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കണം. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. ലോകത്തിന്റെ ചരിത്രം അതല്ല.
ഇന്ത്യയുടെ ചരിത്രം അതല്ല. ലോകത്തെ മർദ്ദിതരുടെ, പീഡിപ്പിക്കപ്പെടുന്നവരുടെ, അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നവരുടെ ചരിത്രം അതല്ല. ഫാസിസത്തിന്റെ ഉപജ്ഞാതാക്കൾ ആളുകളായിരുന്നല്ലോ ഹിറ്റ്ലറും മുസോളിനിയൊക്കെ. ലോകത്തെ കിട്ടാവിറപ്പിച്ചിട്ടുള്ള മുസോളിനി ആയുധങ്ങൾ കൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള, കാശ് കൊണ്ട്, ആയുധം കൊണ്ട്, പട്ടാളത്തെ കൊണ്ട്, ഭരണകൂടത്തിന്റെ സംവിധാനങ്ങളെ കൊണ്ട് ജനങ്ങളെ ഭയപ്പെടുന്നിരുന്ന മുസോളിനി, ആ മുസോളിനിയെ സഹികെട്ടപ്പോ ഇനി സഹിക്കാൻ പറ്റില്ല എന്ന ഒരു ഘട്ടം വന്നപ്പോ ഫലസ്തീൻ കവി മുഹമ്മദ് ദർവീഷ് പറയുന്നുണ്ട്, അവസാനത്തെ ആകാശവും കടന്നാൽ പറവകൾ പക്ഷികളെങ്ങോട്ട് പാറിപ്പോകുമെന്ന് ചോദിക്കുന്നുണ്ട്. അവസാനത്തെ ആകാശവും കഴിഞ്ഞാൽ എങ്ങോട്ട് പാറിപ്പോകും? അവസാനത്തെ അതിർത്തിയും കടന്നാൽ നാം അങ്ങോട്ട് പോകും എന്ന് ചോദിച്ചു വെക്കുന്നുണ്ട്. അതേപോലെ ക്ഷമയുടെ അവസാനത്തെ നെല്ലിപ്പടിയും കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് ലോകത്തിന്റെ ചരിത്രത്തിലെമ്പാടും നിരവധിയായ ഉദാഹരണങ്ങളുണ്ട്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, സഹികെട്ടപ്പോ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് വന്നപ്പോ മുസോളിനിയെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊന്നിട്ട് മിലാനിലെ തെരുവ് വിളക്കുകാലിൽ തലകീഴായി കെട്ടിത്തൂക്കിയതാണ് ലോകത്തിന്റെ ചരിത്രം പറയുന്നത്. മറ്റൊരാളുണ്ട്, ഹിറ്റ്ലർ. അങ്ങ് ജർമ്മനിയെ വിറപ്പിച്ചിരുന്ന, ലോകത്തെ വിറപ്പിച്ചിരുന്ന, ലക്ഷക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ടുള്ള, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ കൊന്നൊടുക്കിയിട്ടുള്ള, ഇന്ന് RSS എന്തൊക്കെയാണോ ഇന്ത്യയിൽ ചെയ്തിരുന്നത് അതൊക്കെ വളരെ വ്യക്തവും കൃത്യമായിട്ട് ചെയ്തിരുന്നത്. അത് നോക്കിയിട്ടാണ് അത്ര ഇവര് പഠിച്ചിട്ടുള്ളത്. അങ്ങനെ എങ്ങനെയൊക്കെയാണോ ജനങ്ങളിൽ ഭയം. അന്ന് ജർമ്മനിയിലെ ആളെ പേരോർക്ക് ഒരു ചിന്തകൻ പറയുന്നുണ്ട്, ആരാണ് രാജ്യം ഭരിക്കുന്നത് എന്നൊരു ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി ഭയമാണ് ജർമ്മനി ഭരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഭയം കൊണ്ട് ഭരിച്ചിരുന്ന ഹിറ്റ്ലർക്ക് അവസാനം ജനങ്ങളുടെ കണ്ണിൽ നിന്ന് രക്ഷ കിട്ടാതെ അദ്ദേഹം പുറത്തിറങ്ങാൻ പേടിച്ചിട്ട്, ഭയപ്പെട്ടിട്ട് അങ്ങ് ബെർലിനിലെ ഒരു ബങ്കറിൽ ഒളിച്ചിരുന്ന് പുറത്തിറങ്ങാൻ ഭയപ്പെട്ട് സ്വന്തം പിസ്റ്റൾ ഉപയോഗിച്ച് സ്വയം വെടിവെച്ച് ആത്മഹത്യ ചെയ്തതാണ് ചരിത്രം എന്നത് നിങ്ങൾ അടിവരയിട്ട് ഒന്ന് വായിച്ച് പഠിക്കണം, ഒന്ന് മനസ്സിലേക്കൊന്ന് ഉറപ്പിച്ച് പഠിക്കണമെന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് അഫ്ഗാനിസ്ഥാനിൽ നജീബുള്ള എന്നൊരു ഏകാധിപതി ഉണ്ടായിരുന്നു. ആ നജീബുള്ള അവിടുത്തെ ജനങ്ങളെ ക്രൂരമായി അടിച്ചമർത്തിയിരുന്ന നജീബുള്ളയെ അവിടുത്തെ ജനങ്ങൾ കല്ലെറിഞ്ഞു കൊന്നിട്ട് ഇതേപോലെ തെരുവിൽ ഒരു മരത്തിൽ കെട്ടിത്തൂക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങ് ഇറാനില് ഷാ രാജാവ് അദ്ദേഹം അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തപ്പെടുത്തിയപ്പോ ഒരു മുന്നേറ്റവുമില്ലാതെ ജനങ്ങളെ നിരാലംബരായ, പട്ടിണിക്കാരായ ജനങ്ങളെ ചൂഷണം ചെയ്തപ്പോ ഇനി ഒന്നും ചെയ്യാനില്ല എന്ന ഒരു സാഹചര്യം വന്നപ്പോ അവിടുത്തെ ജനത അവർ സ്വയം എഴുന്നേറ്റ് നിൽക്കാൻ തയ്യാറായി, കാലിൽ നിൽക്കാൻ തയ്യാറായി, കണ്ണു തുറന്നു നോക്കാൻ അവർ തയ്യാറായി, അവര് നാവെടുത്ത് പറയാൻ തയ്യാറായി. അങ്ങനെ ഇറാനിൽ നിന്ന് എറിഞ്ഞോടിച്ച് അങ്ങ് ഇറാന്റെ അതിർത്തികൾക്കപ്പുറത്ത് പോയി അങ്ങ് ഫ്രാൻസിൽ അഭയം തേടേണ്ടി വന്നത് ചരിത്രമാണ്. ലോകത്തെ എല്ലാ ഏകാധിപതികൾക്കും ചരിത്രം കരുതി വെച്ചിട്ടുള്ളത് ആ ചരിത്രമാണ്. ഞാൻ ഈ പ്രസംഗത്തിൽ ഒരിക്കൽ സൂചിപ്പിച്ചു, ചരിത്രം ഒരിക്കലും നിശ്ചലമായിട്ടൊടുങ്ങില്ല. ചരിത്രം ഒരിക്കലും അങ്ങനെ നിശ്ചലമായിട്ട് നിൽക്കില്ല. അതിനൊരു ആവർത്തനമുണ്ട്, അതിനൊരു ക്രിയാത്മകതയുണ്ട്. അത് സ്വയം അതിജീവന ശേഷി വീണ്ടെടുക്കും. സത്യം അതിന്റെ അതിജീവന ശേഷി വീണ്ടെടുക്കുന്ന നാളിൽ, നീതി അതിന്റെ അതിജീവന ശേഷി വീണ്ടെടുക്കുന്ന നാളിൽ ഇന്ത്യയിലെ ജനത അവിടെ ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കുകയും ഈ രാജ്യത്തെ ജനങ്ങൾ പട്ടിണിയില്ലാതെ, വിശക്കുന്ന വയറുകളില്ലാതെ, ഭയപ്പെടുന്ന കണ്ണുകളില്ലാതെ, ആനന്ദത്താൽ ആഹ്ലാദത്താൽ ഇന്ത്യൻ തെരുവുകളിൽ സന്തോഷം കൊണ്ട് നൃത്തം ചെയ്യുന്ന പുലരി ഉദിക്കുക തന്നെ ചെയ്യും. മതത്തിന്റെ വ്യത്യാസങ്ങളില്ലാതെ, ജാതിയുടെ വ്യത്യാസങ്ങളില്ലാതെ, ദളിതനെന്നോ ആദിവാസിയെന്നോ, ജാതിയിൽ താഴ്ന്നവനെന്നോ പാവപ്പെട്ടവനെന്നോ പാമരനെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ബുദ്ധനെന്നോ ജൈനനെന്നോ വ്യത്യാസമില്ലാതെ, സ്ത്രീയെന്നോ പുരുഷനെന്നോ വ്യത്യാസമില്ലാതെ, തൊഴിലാളിയെന്നോ മുതലാളിയെന്നോ വ്യത്യാസമില്ലാതെ ഈ രാജ്യത്തിന്റെ മനുഷ്യർ പരസ്പരം കൈകേർത്ത് പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ വായു ആസ്വദിക്കുന്ന, ആഘോഷിക്കുന്ന ഒരു പുലരി ഈ രാജ്യത്ത് ഉദിക്കുക തന്നെ ചെയ്യും.
അതിന് തടസ്സം നിൽക്കാൻ ഈ രാജ്യത്ത് ഒരു സംവിധാനത്തിനും സാധിക്കില്ല. അതിന് തടയിടാൻ ഇവിടുത്തെ ഭരണകൂടങ്ങൾക്ക് സാധിക്കില്ല. ഇവിടുത്തെ പട്ടാള സംവിധാനം മതിയാകാതെ വരും, ഇവിടുത്തെ പോലീസ് സംവിധാനം മതിയാകാതെ വരും. അങ്ങനെ നിങ്ങൾ സൃഷ്ടിക്കുന്ന ഓരോ തടസ്സങ്ങളെയും ഈ രാജ്യത്തിന്റെ മക്കൾ, ഇവിടുത്തെ മണ്ണിന്റെ മക്കൾ പുറംകാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കും. അതാണ് ചരിത്രം ഒന്നുകൂടെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടി, ഈ ഫാസിസ്റ്റ് വിരുദ്ധ ദിനം, ആരാധനാലയ സംരക്ഷണ നിയമം സംരക്ഷിക്കുക എന്ന് നടപ്പിലാക്കുക എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഇതുവരെ എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഒരായിരം വിപ്ലവ അഭിവാദ്യങ്ങൾ നടന്നുകൊണ്ട് നിർത്തുന്നു.